സാൻഡ്ര 2009 വരുന്നത്. 75,000 നമ്മൾ ഇട്ടതിന്റെ റേറ്റ്. അത് മാക്സിമം കുറച്ച് തന്നെ കൊടുക്കണ്ടേ, മഴയായിട്ടുള്ള ഓഫർ. GLS ആണ്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും അല്ലേ? ഇതെല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് വണ്ടി. 65 ചോദിക്കുന്നത്, ഇനിയും കുറയോ? കുറച്ച് കൊടുക്കാം കേട്ടോ. സ്വിഫ്റ്റ് ഇത് 2006 മോഡൽ, 7 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന വണ്ടിയായിരുന്നു. അതിന്റെ ശേഷം നമ്മൾ ജസ്റ്റ് ഒരു മെക്കാനിക്കിന് കൊണ്ടുവരുന്നു. ഒക്കെ റെഡി, മിസ്സിംഗ് ഉണ്ടായിരുന്നു, റെഡി ആക്കി കൊണ്ടുവച്ച. പെട്രോളാണ് വേരിയന്റ് വരുന്നത്. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിപ്പോ നിർത്തിയിട്ടിട്ടാണോ ഫുള്ള് ഇങ്ങനെ പൂപ്പലടിച്ച കാര്യം? അതെ. ഓണർഷിപ്പ് 3+ അബവ് ആയിട്ടുണ്ട്. ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാല് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല വണ്ടി കേട്ടോ. ഇപ്പൊ നിലവിൽ പൂപ്പലടിച്ചിട്ട് പൊട്ടിടിച്ചിട്ട്. അതെ. കഴിഞ്ഞ വീഡിയോയിൽ 1.19 ചോദിച്ചിരുന്ന വണ്ടിയായിരുന്നു. നമുക്കൊരു 98,000 രൂപ കൊടുക്കാം. 98,000 രൂപയ്ക്ക് 2006-7 സ്വിഫ്റ്റ്. അതെ. ആ നേരെ പുറകിൽ കാണുന്നത് നമ്മളെ മലപ്പുറം അഥവാ കോഴിക്കോട് എയർപോർട്ടാണ്. അപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മലപ്പുറം ജില്ലയിൽ പുളിക്കൽ. നമ്മളെ മുന്നേക്ക് വീഡിയോ ചെയ്തിട്ടുള്ള കാർക്കാട്ടിലെ മെഗാ സീരിയൽ ഇത് അവസാനിക്കുന്നില്ലെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരും ടെൻഷൻ അടിക്കേണ്ട, മേള അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും മാക്സിമം റേറ്റ് കുറച്ചിട്ട് വിറ്റഴിക്കാൻ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് വണ്ടികൾ, അതായത് ലോണ് ക്യാൻസലായത്, അതേപോലെ തന്നെ അഡ്വാൻസിൽ ക്യാൻസലായ കുറച്ച് വണ്ടികളുണ്ട്. ആ വണ്ടികളെല്ലാം തന്നെ മാക്സിമം സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിലൂടെ വിറ്റഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം നല്ല അടിപൊളി റേറ്റിൽ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ഓരോ വണ്ടികളും നമുക്ക് പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. ഹിയോണാണ് വരുന്നത്. ഹിയോണ് 2012 മോഡല് ഇറാ പ്ലസ് ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസും അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 1,35,000 നമ്മളിവിടെ ഇട്ട പ്രൈസ് നോക്കണ്ട, കുറച്ച് കൊടുക്കാം. 1.35 റേറ്റ് ചോദിക്കുന്നത് അല്ലേ? കുറച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഓക്കെ, ആ റേറ്റ് കുറച്ച് കൊടുക്കുമോ? റേറ്റ് മാർജിൻ കുറച്ച് കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്ക് ചെയ്യില്ലേ? അതെ. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ഒരു 1 lakh ചെയ്യാം നമുക്ക് കേട്ടോ. 1,00,000 രൂപ ലോൺ ചെയ്യാം. ഓക്കെ, അടുത്ത 2012 മോഡല് SX വെർണയാണ് വരുന്നത്. SX ആണോ SX ഓപ്ഷൻ ആണോ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണോ? LOS ഒക്കെ കാണുന്നുണ്ട്. SX ഓപ്ഷനിൽ 6 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ല, പക്ഷേ എയർ ബാഗ് ആണെന്നുണ്ടാവുന്ന SX ആണെന്ന് പറഞ്ഞോളൂ. ഓക്കെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ല, കീ സ്റ്റാർട്ടാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോസ്, എയർ ബാഗ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസും, 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, അങ്ങനെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. 2012 പറഞ്ഞ ഡീസൽ അല്ലേ ഇത്? തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 1,20,000 കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ് വരുന്നത്. 18-20 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടില്ലേ CRD എഞ്ചിനിൽ? 2,80,000 ആണ് നമ്മൾ ഇട്ട പ്രൈസ്. മാക്സിമം എന്താ നോക്കിയിട്ട് കുറച്ച് കൊടുക്കാം. ലോണൊക്കെ ഫുൾ ലോൺ പറയാൻ പറ്റുമോ? അടുത്ത് 2013 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഗനർ ആണ് വരുന്നത്. കിലോമീറ്റർ 86 ആണ് ഇതിൽ കാണിക്കുന്ന കിലോമീറ്റർ. ഓക്കെ, VXI എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള വാഗണാറിലെ ഫുൾ ഓപ്ഷൻ അല്ലേ? 2013 വാഗണാർ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല ഇതിൽ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് എല്ലാം വർക്കിംഗ് അല്ലേ? അതെ. ഇൻബിൽട്ട് സ്റ്റീരിയോയും വരുന്നുണ്ടാവും. ഇന്റീരിയർ അത്യാവശ്യം നീറ്റാണ്. റേറ്റ് എത്ര കേൾക്കുന്നത്? 260 കേൾക്കുന്നുള്ളൂ. കുറയും, ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താം. പിന്നെ ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ട്? 2013 വാഗണാർ ലോൺ നമുക്ക് ഏകദേശം 2 lakh ബ്ലോക്ക് ചെയ്യാം. ഇത് ടറാനോ വരുന്നത് കേട്ടോ. 2014 മോഡൽ കേട്ടോ. XL ആണോ അല്ലെങ്കിൽ? ഇത് XL വേരിയന്റ് കേട്ടോ. XL എന്നുള്ള വേരിയന്റ് നിസാന്റെ ടെറാനോ ഡസ്റ്ററിന്റെ സെയിം ഫീച്ചേഴ്സ് വരുന്ന വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? 2013 മോഡൽ 14 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി കേട്ടോ. വണ്ടി എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിലായിട്ട് വരുന്ന AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും ഫീച്ചറായിട്ട്. അതെ. അപ്പൊ നിലവിൽ ഇതിൻ്റെ അകത്ത് AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് അല്ലേ? ഫുൾ കണ്ടീഷൻ വണ്ടി. ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. മെയിൻ ഗ്ലാസിനാ? വണ്ടിക്ക് റേറ്റ് എത്ര വരുന്നത്? റേറ്റ് വരുന്നത് 2,90,000 രൂപ വരുന്നത്. ഫൈനൽ എമൗണ്ട് ആണോ? കാരണം ഇത് 3.5 ചോദിച്ചിരുന്ന വണ്ടിയല്ലേ? ഫൈനൽ എമൗണ്ട് ആണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും വന്നിട്ട് ലോണിലോ റെഡി പേയ്മെന്റ് ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ചിട്ട് ചെയ്യാം.
പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ലോൺ ചെയ്യുകയാണെങ്കിൽ എന്തായാലും 3.5 റേഞ്ചിൽ ലോൺ കിട്ടൂലേ? 3-3.4 ലോൺ ചെയ്യാം. 3.5 കിട്ടുമല്ലോ, 13-14 നോക്കാം. ഇത് 110 അല്ലേ, 85 അല്ലല്ലോ? ഇത് വരുന്നത് 110 PS. ഓക്കെ. 2018 മോഡൽ LXi ഓൾട്ടോ 800 ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 75,000 കിലോമീറ്റർ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. LXi വേരിയന്റ്, ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. 4 പുതിയ ടയേഴ്സ് ഇട്ടിട്ടുണ്ട്, വാറന്റി ഉള്ള ടയേഴ്സ് ആണ്. പുതിയ ബാറ്ററി, പുതിയ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടോ? മെയിനായിട്ട് വർക്കുകളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പെട്രോൾ ഓടിക്കുക അത്രേ ഉള്ളൂ. പെട്രോളും CNG പോകുന്നില്ലേ? പെട്രോൾ CNG വരുന്നുണ്ട്. CNG ഉൾക്കൊള്ളിക്കാത്ത CNG കിറ്റ് ഇങ്ങോട്ട് റിമൂവ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് വരുന്നത്. 265 വരുന്നുണ്ട്. 265 2018 മോഡൽ i20. അതെ, അല്ല i20 സോറി 2018 ഓൾട്ടോ 800. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് ഒരു 2,40,000 വരെ ചെയ്യാം. ഓക്കെ. ഇപ്പൊ CNG വരുന്നത് ഏകദേശം 30 മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ. CNG കിറ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടാണെങ്കിൽ എത്രയ്ക്ക് റേറ്റ് വരുന്നുണ്ടാവും? 290 കൊടുക്കാം. CNG കിറ്റ് വരുന്നത് 290 കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ. SS4 ആണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. 2010 ZSI എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കമ്പനി LIs എല്ലാം വരുന്നുണ്ടാവും. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ. ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് അല്ലേ? അതെ അതെ. എയർ ബാഗും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ടാവും. റേറ്റ് എത്രയായിരുന്നു? 2,05,000 ആണ് ചോദിച്ചിരുന്നത് ആദ്യം. നമുക്കൊരു 1,80,000 ഫൈനൽ കൊടുക്കാം കേട്ടോ. ഓക്കെ. അടുത്ത് ZXi വരുന്ന 2015 മോഡൽ സ്വിഫ്റ്റ് ആണ് വരുന്നത്. 2015 സ്വിഫ്റ്റ് ZSI ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. എങ്ങനെയാ? അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. 390 ആണ് നമ്മളെ വില. ആസ്കിംഗ് പ്രൈസ് കുറച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസും എയർ ബാഗ്സും എല്ലാം വരുന്നുണ്ടാവും. അതേപോലെ തന്നെ കമ്പനി LIസും 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, ഇങ്ങനെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 3,90,000 രൂപ കേട്ടോ, കുറച്ച് കൊടുക്കാം. 3,900 അല്ലേ? ഓക്കെ. ലോണൊക്കെ ഫുള്ള് പറയാൻ പറ്റുമോ? ഒരു 3,500 ഒക്കെ ചെയ്യാം. ഇത് ദോസ്ത് 2013 മോഡല്. ദോസ്ത് 2013. ഇതേതാ 4 വോൾട്ട് അല്ലേ? അതെ, അത് എണ്ണി നോക്കി കളി. 4 വോൾട്ടാണ് വരുന്നത്. അതെ, 4 വോൾട്ടാണ്. 4 വോൾട്ട് ഫ്രണ്ട് ലീഫ് വരുന്ന ദോസ്ത്. AC ഉള്ളതാണോ AC ഇല്ലാതാണോ സ്ട്രോങ്? AC വരാത്ത വണ്ടിയാണ്. ക്യാബിൻ ഉൾപ്പെടെ വരുന്ന വണ്ടി. മെയിൻ ക്ലാസ്സിൽ ഒരു പൊട്ടുണ്ട്. ദോസ്ത് 2013 എന്താ റേറ്റ് വരുന്നത്? റേറ്റ് നമുക്ക് 3 രൂപ കൊടുക്കാം കേട്ടോ. 3 ലക്ഷം രൂപയ്ക്ക് 2013 ദോസ്ത് കണ്ടെയ്നർ ബോഡി വരുന്ന വണ്ടി. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അങ്ങനെ നമുക്ക് 2.5 വരെ ചെയ്യാം. പോളോ 2013 മോഡൽ ഹൈലൈൻ വണ്ടിയാണ്. പെട്രോളാണോ ഡീസലാണോ? ഡീസലാണ് വണ്ടി. ഡീസൽ പോളോ 1.2 അല്ലേ വരിക? അതെ. നിലവിൽ വണ്ടി എന്താ കണ്ടീഷൻ, എന്താ അവസ്ഥ? നല്ല വണ്ടിയാ. 3 ഓണർ റെഡിയിലായിട്ടുണ്ട്. ഓക്കെ. 1,12,000 കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടാവും? 95 ഹിസ്റ്ററി ചെക്ക് ചെയ്യേണ്ടവർക്ക് നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ 2 എയർ ബാഗും സ്റ്റിയറിംഗ് കൺട്രോൾസും ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. ബാക്ക് വൈപ്പർ, കമ്പനി LI വീൽസ്, ഇത്രയെല്ലാം വരുന്ന ഫോക്സ്വാഗന്റെ പോളോ 2013 മോഡൽ. ഏകദേശം ഒരു 18 റേഞ്ചിലൊക്കെ മൈലേജും കിട്ടുന്നുണ്ടാവും. റേറ്റ് എത്ര ചോദിക്കുന്നത് പോളോന്? റേറ്റ് 2,95 ഇട്ട റേറ്റ്. 2,95,000 രൂപയാണ് ഇട്ട റേറ്റ്. ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇത് ലോൺ ഏകദേശം 2 ലാഖ് അടുത്ത് ചെയ്യാൻ കഴിയുമോ? അത്യാവശ്യം വൃത്തി കാണുന്നുണ്ടല്ലോ വണ്ടിയിൽ. അതെ, നല്ല വൃത്തിയുള്ള വണ്ടി. ടാക്സിയിൽ വരുന്ന വ്യത്യാസമാണ്. കൂടുതൽ ആളുകൾ ടാക്സി ആക്കാനാണ് വണ്ടി ചോദിക്കാറ്. നമുക്ക് ടാക്സിയിൽ ഒരു വണ്ടി വന്നിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2014-15 രജിസ്ട്രേഷൻ വണ്ടി. കേരള എറ്റിയോസ് തന്നെ ടാക്സി ആക്കിയാണ്. അതെ അതെ, ലൈഫ് ടാക്സ് ആണ് വരുന്നത്. ലൈഫ് ടാക്സ് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും സെക്കൻഡ് ഓണർ ടാക്സി ആക്കി ആക്കില്ലേ? അതെ അതെ, സെക്കൻഡ് ഓണർ ടാക്സി ആക്കി. 29 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. അതെ അതെ. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് GDSP ഇല്ല, GD ഉള്ളൂ. GD. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്. നമ്മളെ ലിവയിലൊക്കെ കാണുന്ന 1.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ ടൊയോട്ടേൻ്റെത്. ഏകദേശം 20-22 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. 2 എറ്റിയോസിലായിട്ട്.
ഇതിന് എത്ര റേറ്റ് വെക്കുന്നത്? 14-15 എറ്റിയോസ് കേരള ടാക്സി ഒക്കെ ഉണ്ട്. 3,95,000 ചോദിക്കുന്നുള്ളൂ. 3,95,000. മറ്റേതാണെങ്കിൽ 5. അതെ, ഇനി ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇതിപ്പം എറ്റിയോസ് ലൈഫ് ടാക്സ് ഉള്ള വണ്ടി അതിനെ കൊണ്ട് പ്രൈവറ്റിലേക്ക് മാറ്റാൻ, അതായത് ഇപ്പോൾ കേരളയിൽ യൂസ് ചെയ്യുന്ന ചെറിയൊരു പേയ്മെന്റ് വരും. അത് നോക്കിയിട്ട് പറയാം എത്ര കസ്റ്റമർ RTOയിൽ എത്ര ചാർജ് വരും നോക്കിയിട്ട് ഓക്കെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ടാക്സി ആണെങ്കിൽ ഇതേപോലെ തന്നെ യൂസ് ചെയ്താലും മതി. യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ടാക്സിയിൽ ലോണും ചെയ്യാം. ഒരു 3.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രൈവറ്റ് ആണെങ്കിലോ? പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിലേക്ക് ചേഞ്ച് ആക്കിയതിന്റെ ശേഷം ലോൺ ചെയ്യേണ്ടി വരും. എത്ര വരും ഏകദേശം ലോണൊക്കെ? ഒരു 4 lakh വരെയൊക്കെ ചെയ്യാം. ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുമോ? അടുത്ത ഓൾട്ടോ LXi ആണ് വരുന്നത് കേട്ടോ. ഓൾട്ടോ കേട്ടൻ LXi. ഓൾട്ടോ കേട്ടൻ K സീരീസ് എഞ്ചിൻ ആണ്. വാഗണാറിലൊക്കെ വരുന്നത് സെയിം K സീരീസ് എഞ്ചിൻ. ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? ഡീറ്റെയിൽ വരുന്നത് സിംഗിൾ ഓണർ വരുന്ന വണ്ടിയാണ്. ക്വാളിറ്റിന്റെ വണ്ടി. അറൗണ്ട് 1 lakhന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ, 145 ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിക്കുന്ന റേറ്റ് ആണ്. കുറച്ച് കൊടുക്കാം, മാക്സിമം റേറ്റ് കുറച്ച് തന്നെ കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ മേളയിൽ ഉൾക്കൊള്ളിച്ച വണ്ടിയായിരുന്നു. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. അതെ, മെക്കാനിക്കലി നിലവിൽ എന്താ അവസ്ഥ? ഗുഡാണ്. കഴിഞ്ഞ മേളയിൽ ഉൾക്കൊള്ളിച്ച വണ്ടിയായിരുന്നു. മാക്സിമം കുറച്ച് കൊടുക്കാം കേട്ടോ. മേളയിലുള്ള വണ്ടികൾ മാക്സിമം കുറച്ച് കൊടുക്കണം. ഇത് 2015 മോഡല് എത്തിയോസ് കേരള വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. 2015 2015 മോഡല് എത്തിയോസ് GD വേരിയന്റ് കേട്ടോ. കേരള വണ്ടിയാണ്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി അടക്കമുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. GD ആണോ? GD SP ആണോ? എയർ ബാഗ് 2 ഉണ്ട്. GD SP ആണ്. GD SP ആയിരിക്കും. 2 എയർ ബാഗ് കാണുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗും ഉണ്ടാവും. അത്യാവശ്യം നല്ല വൃത്തി കാണുന്നുണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ലേ? അതെ, ഹിസ്റ്ററിയുള്ള വണ്ടി. 5 ലക്ഷം ചോദിക്കുന്നുണ്ട്. 2015 കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇത് സ്കോർപിയോ ആണ് വരുന്നത്. 2009 CRDI. സോറി, യമഹോക്ക് ആണ്. എംഹോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ HCVയിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ അല്ലേ? അതെ, വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. VX കാണുന്നുണ്ട്. വോയിസ് മെയിൽ ഫുൾ ഓപ്ഷൻ ആണ്. ഇത് വരുന്ന വോയിസ് മെയിൽ ഫുൾ ഓപ്ഷൻ VLX. 2009 മോഡൽ. അതിനെ കൊണ്ട് റിന്യൂവലൊക്കെ എന്നാ വരുന്നുണ്ടാവുക? റിന്യൂവല് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത് റിന്യൂവൽ എടുത്ത് കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ കണ്ടീഷനിലാണോ? റിന്യൂവൽ കഴിയാറായ വണ്ടിയാണ്. റിന്യൂവൽ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും. ടൈം ഉണ്ടെങ്കിൽ കസ്റ്റമർ ചെയ്യേണ്ടി വരും. വൃത്തി കാണുന്നുണ്ട് വണ്ടിക്ക്. 2009 സ്കോർപിയോ റേറ്റ് എത്ര വരുന്നത്? ഇത് വരുന്നത് 3.25 ലക്ഷം ചോദിക്കുന്നത്. നെക്സ്റ്റ് ഒരു കിഡ് ആണ് വരുന്നത്. 2016 ആണ്. RXL RXL വേരിയന്റ് ആണ്. കിഡ് 1000 cc-ലും ഉണ്ട്, 800 cc-ലും ഉണ്ട്. ഇത് ഏതാണ്? ഇത് 800 cc വണ്ടിയാണ്. 800 cc കിഡ്. ഏകദേശം നമ്മൾ മുന്നേ കണ്ട ഇയോണൊക്കെ പോലെ തന്നെ ഒരു 18 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് തന്നെ അല്ലേ? പൈനാറ് കിഡ് റേറ്റ് എത്രയാണ് വരുന്നത്? 235 ആണ് വരുന്നത്. 235. കുറച്ച് കൊടുക്കാം കേട്ടോ. പറഞ്ഞ വണ്ടികൾക്കൊന്നും മേജർ ആക്സിഡന്റ്, ഫ്ലഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ലോൺ എത്ര പറയാൻ പറ്റും? ഒരു 1.80 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. 16 മോഡല് ബ്രസ ZDI ആണ് വരുന്നത്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. ZDI എന്നുള്ളത് സിംഗിൾ ഓണർ ഡീസൽ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ തൊട്ട്. ZDI പ്ലസ് ഇല്ലല്ലോ? ഇല്ല, ZDI മാത്രം. ZDI ഉള്ളൂ. ZDIലേക്ക് വരുന്നേരം നമുക്ക് എക്സ്ട്രാ ആയിട്ട് ബാക്കിൽ വൈപ്പറും അതേപോലെ തന്നെ കമ്പനി അലോയ്സും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗിന് പുറമേ ഇട്ട് ബ്രസീൽ നമ്മൾ വീഡിയോ ഒന്നും കാണാത്ത 2 എയർ ബാഗും അതേപോലെ തന്നെ വീഡിയോ ഓപ്ഷനിൽ കാണാത്ത സ്റ്റിയറിംഗ് കൺട്രോൾസും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC എന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ZDIലേക്ക് വരുന്നേരം ഉണ്ടാവും. ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരില്ലല്ലോ സാധിക്ക? ZDI പ്ലസിലല്ലേ വരുന്നത്? കീ സ്റ്റാർട്ടാണ് വരുന്നത്. കീ സ്റ്റാർട്ടാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം വരുന്നുണ്ടാവും. 2 എയർ ബാഗ് എല്ലാം വരുന്നുണ്ടാവും അല്ലേ? 2016 ബ്രസ ZDI റേറ്റ് എത്ര വരുന്നത്? റേറ്റ് 670 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ഒരു 6 ലക്ഷം രൂപ ലോണും ചെയ്യാം. 6 ലക്ഷം ലോണും കിട്ടും. 6 വണ്ടിക്ക് റേറ്റ് അല്ലേ? അതെ. പിന്നെ ഒരു എർട്ടിക്ക വരുന്നുണ്ട്. 2014 മോഡല് VDI വേരിയന്റ്. 2014 എർട്ടിക VDI. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി കേട്ടോ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. ഓണർഷിപ്പ് എത്ര എർട്ടിക? സിംഗിൾ ഓണർ വണ്ടി. എത്രയാ? ഒരു ഓണർ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി.
കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 2014 കിലോമീറ്റർ വരുന്നത് 69,000 കിലോമീറ്റർ. ആകെ 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ എർട്ടിക. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി ഉള്ള വണ്ടി, സിംഗിൾ ഓണർ ഹിസ്റ്ററി ഉള്ള വണ്ടി. റേറ്റ് എത്ര ചോദിക്കുന്നത്? 14 മോഡൽ എർട്ടിക 5 ചോദിക്കുന്നുള്ളൂ, മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. 5.45. ഒരു കിലോമീറ്റർ ഓടിയതിനെ കൊണ്ടാണോ റേറ്റ് കൂടിയിട്ട് കാണുന്നത്? കിലോമീറ്റർ അല്ല, വണ്ടി എർട്ടിക ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം തെറ്റില്ലാത്ത റേറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അല്ല 69,000 കിലോമീറ്റർ ഓടിയതിനെ കൊണ്ടോ? ലോ കിലോമീറ്റർ ആണ്. ഓക്കെ. മാക്സിമം എന്താ വെച്ചാൽ കുറച്ചും കൊടുക്കുന്നുണ്ട്. ശരി. ലോൺ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും? ലോൺ നമുക്കൊരു 4.25-5 വരെയൊക്കെ ചെയ്യാം. 2020 മോഡൽ ക്രെറ്റ. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ. വേരിയന്റ് ഏതാ? ഇ ആണ് വരുന്നത്. ഈ എന്നുള്ളത് ബേസ് ആണ് വരുന്നത്. ക്രെറ്റ ആണ് വരുന്നത്. 2020 മോഡല്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ ഈ വേരിയന്റ് കേട്ടോ. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. 80,000 കിലോമീറ്റർ ആണ് വരുന്നത്. സിംഗിൾ ഓണർ വരുന്ന വണ്ടി. കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓണർ വണ്ടി അല്ലേ? അതെ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല വണ്ടി. ഈ അതിനെ കൊണ്ട് ഡ്യുവൽ എയർ ബാഗും പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ലിമിറ്റഡും ആയിരിക്കും വരുന്നുണ്ടാവുക. ഫോർഡർ വാറൻറ്റോസ് AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ആയിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ബാക്ക് വൈപ്പർ ഒന്നും വരുന്നുണ്ടാവില്ല, ഡിഫോഗറും ഇല്ല. റേറ്റ് എത്ര വയ്ക്കുന്നത് 2020 ക്രെറ്റയ്ക്ക്? 9,30,000 രൂപയാണ് ചോദിക്കുന്നത്. 9.30. അതെ. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും? ലോൺ നമുക്കൊരു 8-8.5 വരെ നമുക്ക് ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ഇത് ഓൾഡ് ഷേപ്പിൽ അവസാനം ഇറങ്ങിയിട്ടുള്ള 1.6 അല്ലേ ഇത്? അതെ അതെ. ഡീസൽ എങ്ങനെയാലും ഒരു 18 റേഞ്ചിൽ മൈലേജും കിട്ടും. കുറച്ച് തന്നെ കൊടുക്കാം. ഓക്കെ. 18 റേഞ്ചിൽ മൈലേജും കിട്ടും അല്ലേ? അതെ അതെ. നമ്മളൊന്ന് വീഡിയോ നമ്മളോട് റാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നതിന് നേരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ കൂടെ നിങ്ങൾക്ക് ഇവരുടെ കാറ്റലോഗ് കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്.